മുട്ട പോലുള്ള ഈ ഓട്ടോയില് ഞങ്ങളെ വെട്ടിച്ച് രക്ഷപ്പെടാന്ന് കരുതിയോ? ഈ കല്ലമ്പാറ കാട് മുഴുവൻ കൈവെള്ളയിലെ രേഖ പോലെ ടാർസന്. വണ്ടി എടുത്ത് മാറ്റടാ. ഞാഞ്ഞൂലും 10 വിടർത്താൻ തുടങ്ങിയോ? വെട്ടി നേരത്തെ രണ്ടിന്. അയ്യോ ശരിയാവില്ല. ഇവന്മാരെ കണ്ടിട്ട് മൊത്തത്തിലൊരു ഡാർക്ക് ഫീലുണ്ട്. എന്തോ ഉടായ്പ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും കൊട്ടേഷൻ ആയിരിക്കോ? ഹലോ. അതെ, ഞങ്ങൾ പൊക്കോണ്ടിരിക്കോ. ഇടയ്ക്ക് ഞങ്ങളുടെ ജീപ്പ് ഒന്ന് കേടായേ. ഇപ്പോഴോ? ഇപ്പൊ കാറില്. അതൊരു ടാക്സിയാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പണി കിട്ടി. അത് ഞങ്ങൾ ശരിയാക്കി കൊടുത്തോളാം. ഇല്ലില്ല, ഒരു ദയം കാണിക്കത്തില്ല. തീർത്തിട്ടേ വരൂ. എല്ലാം കഴിഞ്ഞിട്ടേ വിളിക്കാം. എന്താ നോക്കുന്നേ? ഏയ് ചുമ്മാ. നേരെ നോക്കി വണ്ടി ഓടിക്കടാ. അവിടെ അമ്പലത്തിൽ എന്താ പരിപാടി സാറേ? അതെന്തിനാ നീ അറിയുന്നേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. കൂടുതൽ അന്വേഷണം ഒന്നും വേണ്ട. നീ നിന്റെ ജോലി നോക്കിയാൽ മതി. ഇല്ല, പണി കിട്ടും, പറഞ്ഞേക്കാം. ഇവന്മാര് കൊട്ടേഷൻ ടീം തന്നെയാ. ഇത് മിക്കവാറും പണിയാവുന്ന തോന്നുന്നേ. മര്യാദ കാണിക്കുന്നോടാ. അതെ, റോഡിൽ കൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ഈ റോഡേ മറ്റുള്ളവർക്കും കൂടെ സഞ്ചരിക്കാനുള്ളതാ, മനസ്സിലായോ? അതിന് കാറിൽ കല്ലെടുത്തെറിയാണോ വേണ്ടത്? കല്ലെടുത്തെറിയല്ലേ വേണ്ടത്, എറിഞ്ഞ് ചില്ല് പൊട്ടിക്കാൻ വേണ്ടത്. മര്യാദയോട് കാണിച്ചിട്ട് പിന്നെ സംസാരിക്കുന്നു. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോടി. തൊട്ടു പോരുത്. അടിച്ചാലേ തിരിച്ചു അടി വാങ്ങേണ്ടി വരും. അല്ലാതെ ഞങ്ങളുടെ കയ്യ് മാങ്ങ പറിക്കാനൊന്നും പോവില്ല. ഇവരുടെയൊക്കെ കാരണം അടിച്ചു പൊളിക്കാ വേണ്ടത്. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെ ഞങ്ങൾ തല്ലാൻ വരികയാണോ? ഞാൻ ഇവർക്കൊരെണ്ണം കൊടുക്കട്ടെ. തൽക്കാലം വേണ്ട മോളിക്കുട്ടി. എനിക്കൊക്കെ ചൊറിഞ്ഞു കേറുന്നുണ്ട്. ഒരു തവണത്തേക്ക് ക്ഷമിച്ചു കള മോളിക്കുട്ടി. ചേച്ചി ഇനി ഷോ കാണിച്ചാ നമുക്ക് പൊട്ടിച്ചളയുന്നേ. അത്രയ്ക്കും ധൈര്യം ഉണ്ടോടി നിനക്കൊക്കെ? ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾക്ക് എന്ത് കാര്യത്തിന്? ഒന്ന് പോ പെണ്ണുപിള്ള. തൽക്കാലത്തേക്ക് മോളിക്കുട്ടിയോട് ഒരു ക്ഷമ പറഞ്ഞിട്ട് പൊയ്ക്കോ.
ഞങ്ങളെക്കാളും പ്രായമുള്ളതുകൊണ്ട് ഞങ്ങൾ തല്ലുന്നില്ല. ദേ, ആളറിഞ്ഞു വേണം സംസാരിക്കാൻ. താൻ ആരാടോ? ഒന്ന് പോടൂ. ഇവരുടെ സെക്യൂരിറ്റി ആണോ താൻ? മുടിയും വളർത്തി കോലം കെട്ടി നടക്കുന്ന കണ്ടില്ലേ? വേറെന്തേലും പണിയെടുത്ത് ജീവിക്കടോ. ദേ, അല്ലാതെ ഇവരെ പോലുള്ളവരുടെ കൂടെ വാലാട്ടി നടക്കരുത്, കേട്ടല്ലോ? ദേ, ഈ കൈയിന്റെ ചൂടറിയണ്ടെങ്കിലേ മര്യാദക്ക് മിണ്ടാതെ നിന്നോണം. നിന്റെയൊക്കെ ഈ അഹങ്കാരത്തിന് നീയൊക്കെ മറുപടി പറയേണ്ടി വരും. നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ആ, പഠിപ്പിക്കാനുള്ള പുസ്തകമായിട്ടേ ടീച്ചറിങ് വാ. പഠിക്കാനേ ഞങ്ങൾ ഇരുന്ന് തരാം. ഹും, നമുക്ക് കാണാം. ഉം, ഈ അവന്തിക എന്ന് തീരുമാനിച്ചാ അത് നടത്തിയിരിക്കും. ഉം. ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീയൊക്കെ കരഞ്ഞ് കാല് പിടിക്കും. നോക്കിക്കോ മൂർത്തി. എന്താ താൻ്റെ പെട്ടെന്ന് നിന്നേ? എന്തു പറ്റി? അത് എന്തോ പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നുക. നമുക്ക് റൂമിലേക്ക് പോയാലോ? അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ഈ വെയിലത്ത് നടന്നതിന്റെ ആയിരിക്കും. എനിക്ക് ഒട്ടും വയ്യ. ഇനി ഇവിടെ നിന്ന് ചിലപ്പോ തലറിഞ്ഞു വീഴും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പ്രസാദവും വാങ്ങി പെട്ടെന്ന് മുറിയിലേക്ക് പോയേക്കാം. പ്രസാദം വാങ്ങി ഗോകുൽ വന്നാ മതി. ഞാൻ മുറിയിലേക്ക് പോവാം. പ്ലീസ് ഗോകുൽ, എനിക്ക് ഒട്ടും വയ്യാത്തോണ്ടാ. ആണോ? എങ്കിൽ മുറിയിലേക്ക് ചെല്ലേ. ഞാനങ്ങ് വന്നേക്കാം.